أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. ഒന്നാമത്തെ ചോദ്യം, നദുക്കുറു ലഫ്ളൻ യജ്മഉ സവാഇദൽ അർബഅ ഫി അവ്വലിൽ മുളാരിഇ. മുളാരിഇന്റെ തുടക്കത്തിൽ വരുന്ന 4 സായിദയായ അക്ഷരങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു പദം. മുളാരിന്റെ തുടക്കത്തിൽ 4 അക്ഷരങ്ങൾ വരും, സായിദയായ ആ 4 അക്ഷരങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന ഒരു പദം. ഏതാ പദം? റാഫിക്ക. അത്തൈന. യെസ്, അത്തൈന നഅതി അല്ലേ? യെസ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം കേട്ടോ. ലാ തുഅ്തബറു ഹറകാത്തു അലിഫാത്ത് ഇൻഫഅല വഫ്തഅല. ഇൻഫഅല ഇഫ്തഅല എന്നുള്ളതിൻ്റെ ഹറക്കത്തുകൾ എന്താവൂല? പരിഗണിക്കപ്പെടൂല. അലിഫൈ, ആ അലിഫുകൾ പരിഗണിക്കപ്പെടില്ല. എന്താ കാരണം? സുഹൈൽ സാർ. ഇൻഫഅല ഇഫ്തഅല മാദിയുടെ ഇതാണത് വരുന്നിട്ട്. മാദിയുടെ ഇൻഫഅല ഇഫ്തഅല അതിൻ്റെ ഹർക്കത്തുകൾ എന്താവൂല? പരിഗണിക്കപ്പെടൂല. അത് സ്ഥിരമായ അലിഫല്ലല്ലോ. അതായത് മറ്റൊരു ഇതിൽ പറഞ്ഞാൽ തുടക്കത്തിൽ തുടങ്ങുകയാണെങ്കിൽ ഉണ്ടാവും, ഇടയിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് പോകും. അപ്പൊ പറഞ്ഞ അസ്ഥിരമായതാണ്, എല്ലാപ്പോഴും ഒരേ രൂപത്തിൽ നിൽക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് പരിഗണിക്കുന്നില്ല. ഓക്കെ. ഇലാമ തുഷീറുൽ ഹുറൂഫു സവാഇദു ഫി അവ്വലിൽ മുളാരി. മുളാരിന്റെ തുടക്കത്തിലുള്ള 4 സായിദയായ ലെറ്ററുകൾ ഉണ്ടല്ലോ, അത് എന്തിലേക്കാണ് സൂചിപ്പിക്കുന്നത്? എന്തിലേക്കാണ് സൂചിപ്പിക്കുന്നത്? മുളാരിന്റെ തുടക്കത്തിലുള്ള അതിനെ ഓരോന്നും പറയണം. അലിഫ്, അലിഫ് എന്തിലേക്ക്? അനാന്നല്ല, അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മള്. അലിഫ് അപ്പൊ അതാണ് അനം. മുത്തക്കല്ലിമ് ഒരാൾ ഒറ്റക്കാവുമ്പോ അല്ലെ അന, അത് ആ എന്നുള്ളത് അനയും നാ എന്നുള്ളത് നെഹനു ആക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എന്താ ചെയ്യാ നമ്മള്? എഫ് അലു എന്നുള്ളത് എങ്ങനെ ഹുവാന്നാക്കുക പറ്റൂല്ലോ. യാ എന്നുള്ളത്, താ എന്നുള്ളത് അൻത. അപ്പൊ പിന്നെ അത് ഇതെന്താണ്? എന്റെ അലിഫ്, അലിഫല്ല, ഹംസ അത് മുത്തക്കല്ലിമ് ഒരാൾ മാത്രമാകുമ്പോൾ, നൂന് മുത്തക്കല്ലിമിന്റെ കൂടെ മറ്റൊരു ആൾ കൂടി ഉണ്ടാവുമ്പോൾ, അപ്പോൾ 1 2 3 4 അങ്ങനെ എത്രയോ ആവാം. യാ ഗായിബില് അവൻ, അത് ആണുങ്ങൾ ഒന്നാവാ, 2 ആവാ, 3 ആവാ. പെണ്ണുങ്ങൾ കുറെ പെണ്ണുങ്ങൾ. അത് അള്ളാഹു ഏകനാണ്. അള്ളാഹു അവിടെ നാം എന്ന് പ്രയോഗിക്കാൻ അതിനർത്ഥം നാം. നമ്മള് എന്തിനെന്ന് വെച്ചാല്, ഇപ്പൊ ചില ഭാഗത്ത് നമ്മള് ബഹുമാനവും ആദരവും മഹത്വമുള്ള ആളുകൾക്ക് നമ്മൾ ഒരാളാണെങ്കിൽ കൂടി കുറച്ച് ബഹുവചന രൂപത്തിലെ പറയാം. ഇപ്പൊ ഉദാഹരണം അവർ എന്ന് പറയും. അവർ, അതെ അതെ, അവർ എന്ന് പറയല്ലോ. നിങ്ങളെ ഭാര്യങ്ങളെ എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. നമ്മളെ ഈ നാട്ടിലൊക്കെ ഓല് എന്നാ പറയാ.
യെസ്. അതെ അതെ. ഇനി മറ്റൊരു ഉദാഹരണം പറയാൻ ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞതാണ്. അതിപ്പോ ഇതിനോ എന്താണ്, ചട്ടമ്പി സ്വാമികൾ എന്ന് പറഞ്ഞില്ലേ, അതെത്ര ആളുണ്ട്? ഒരാളുള്ളൂ. ആ, തിരുവടികൾ, സ്വാമി അവർകൾ, അതുപോലെ എന്താ, നബിനെ കുറിച്ച് ഒരു ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ ഒരു ബഹുമാനിച്ചുകൊണ്ട്, അതായത് അവർ അതിലുണ്ടൊരു ഒരാളെ ഒരാൾക്ക് ബഹുമാനം കൊടുക്കുന്ന, അതെ അതെ, അതായത് അഹങ്കാരം എന്ന് പറഞ്ഞത്, അഹങ്കരിക്കാൻ അർഹതയുള്ള ആൾ ആരുള്ളൂ? അള്ളാഹുവല്ലേ ഉള്ളൂ. ഞാൻ എന്ന് പറയുന്നത് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അഹങ്കാരം, കബീർ, മുത്തക്കബിർ, ജബ്ബാർ, പറയും. അപ്പൊ അതുകൊണ്ടാണത് അള്ളാഹു അങ്ങനെ പറയുന്നത്. നാം എന്ന് താഴ്ലീം ചെയ്തിട്ട് സ്വന്തത്തെ താഴ്ലീം ചെയ്ത് ബഹുമാനം, മറ്റുള്ളത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ സൃഷ്ടികൾ എന്ത് ചെയ്യാണ്? ഇപ്പോൾ ഭാര്യ ഭർത്താവിനെ ബഹുമാനിച്ചുകൊണ്ട് അവര് നോക്കി നോക്കി അല്ലേ, അതാ അങ്ങോട്ട് അതിലേക്കാണ് ഞാൻ വരുന്നത്. ഹുവ എന്നുള്ളത് ഏകവചനാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയണതാണ്. അതിൻ്റെ ഹും എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാകുക എന്നറിയോ? ബഹുവചനായിട്ട് വരും. അപ്പം അത് ഹും എന്നുള്ളത് ബഹുവചനത്തിന് മാത്രമേ ഉപയോഗിക്കൂ. നേരെ മറിച്ച് നഹ്നു എന്നുള്ളത് ഇങ്ങനെ തഅലീമിന് വേണ്ടി, അതായത് തഅലീം ചെയ്യുന്നതിന് വേണ്ടി അറബിയിൽ ഒരു ഉപയോഗമുണ്ട് ഇതിന്, നഹ്നു എന്നുള്ളതിന്. അതുകൊണ്ടാണ് അതങ്ങനെ പ്രയോഗിക്കുന്നത്. ശരിക്ക് നാം, നമ്മൾ തന്നെ പറയില്ലേ, നമ്മൾ അപ്പോഴും ഓനോട് പറഞ്ഞാണത്, അത് നമ്മളെല്ലാവരും പാടെ കൂടി പറഞ്ഞതാവില്ല. നമ്മുടെ ശൈലി ഒരു ഇതനുസരിച്ച്. അപ്പോൾ ആ ഒരു ശൈലിക്ക് എന്ത് ചെയ്യണം, അത് നമുക്ക് അങ്ങനെ പറയാൻ ചില സമയങ്ങളിൽ ഒരു അർഹത ഇല്ലാഞ്ഞിട്ട് കൂടി നമ്മൾ അങ്ങനെ പറയുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർഹതയും ഉണ്ടായിരിക്കെ അങ്ങനെ പറയുന്നു എന്ന് അർത്ഥം. ഇന്നാ നഹ്നു നസ്സൽന, അത് അവിടൊക്കെ ബഹുവചനത്തിന്റെ രൂപമാണ്. അത് ഒരു തഅലീമിന്റെ സബീലിൽ, ഒരു ആദരവിന്റെ സബീലിൽ, മഹത്വം കൊടുക്കുന്ന കൽപ്പിക്കുന്ന സബീലിൽ വന്നതാണ്. അതെ അതെ, രാജാക്കന്മാർ അങ്ങനെ പറയാം. ആ, അല്ല, ഇത് നമ്മൾ തഫ്സീർ ഓതുന്ന സമയത്തുണ്ടല്ലോ, തഫ്സീർ ഓതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതവിടെ അതിന്റെ മീനിങ്, ഈ ചോദ്യം വരുന്നുണ്ട് അവിടെ, അള്ളാഹു ഏകനല്ലേ, പിന്നെ എന്തിനാണ് അവിടെ ബഹുവചനത്തിന്റെ രൂപം എടുത്തത്? അപ്പൊ അത് ഒരു ലോകം അടക്കി ഭരിച്ച, അപ്പൊ നേരത്തെ റഷീദൊക്കെ പറഞ്ഞതുപോലെ രാജാക്കന്മാര്, അതുപോലെ വലിയ സ്ഥാനത്തുള്ള മഹത്വമുള്ള ആളുകളൊക്കെ, ആ ആരവിടെ, നാം ഇവിടെ, നാം ഉത്തരവിടുന്നു, നോം, അങ്ങനെയൊക്കെയുള്ള കാര്യപ്രയോഗം, നോം കൽപ്പിക്കുന്നു, അല്ലേ, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രാജാക്കന്മാരുടെ രാജാവാണ്. അപ്പൊ ആ ഒരു പവർ കാണിക്കാനും ചില സ്ഥലത്ത് അങ്ങനെ പറയേണ്ടി വരും. എല്ലായിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ ഇവിടെ അത് പറയേണ്ടതാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ എന്ന് പറയേണ്ട സ്ഥലം. കാരണം അതിനെ, ആ ദിക്റിനെ, പരിശുദ്ധ ഖുർആനിനെ ഇല്ലാതെയാക്കാൻ ഒരുപാട് ശക്തികൾ, ഒരുപാട് കരങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സംരക്ഷണം, അതിൻ്റെ കെയർ, അതിൻ്റെ പ്രൊട്ടക്ഷൻ നാം ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ ഏറ്റെടുത്ത വിഷയമല്ലേ, പിന്നെ എന്തിനാ നിങ്ങളത് ബേജാറാവുന്നത്?
എന്ന് ഒരു ധ്വനി വരുത്തുന്ന രൂപത്തിലുള്ള ഒരു സംസാരമാണ്. ഓക്കെ, ബാക്കി പറയാം. അടുത്ത ചോദ്യം, മത്താ യഖ്തസ്സുൽ മുളാരിഉ ബിൽ ഹാലി വൽ ഇസ്തിഖ്ബാലി. ഇസ്തിഖ്ബാലിനോടും ഹാലിനോടും മുളാരി എപ്പോൾ പ്രത്യേകമാകും? ഹാലിനോടൊപ്പം പ്രത്യേകമാകും, ഇസ്തിഖ്ബാലിനോടൊപ്പം പ്രത്യേകമാകും. ഹലോ, പത്ത് വെക്കപ്പെട്ട ലാ ചേർത്താൽ അതായത് ഫറൂഖ് ഭായ് മുളാരി ഉണ്ടല്ലോ, ഇപ്പോൾ യഫ്അലു എന്നാൽ രണ്ട് രൂപത്തിന് അത് അർത്ഥം വരും. ഒരർത്ഥം അവൻ പ്രവർത്തിക്കുന്നു എന്ന പ്രസന്റ് ടെൻസിന് അർത്ഥം വരും. അതുപോലെ അവൻ പ്രവർത്തിക്കും എന്ന ഫ്യൂച്ചർ ടെൻസിനും അർത്ഥം വരും. ഏത് യഫ്അലു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നിന് പ്രത്യേകമാക്കണമെങ്കിൽ ഇപ്പോൾ ഇസ്തിഖ്ബാൽ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ, ഹാൽ എന്ന് പറഞ്ഞാൽ പ്രസന്റ്, ഹാലിർ ഇപ്പോൾ നടക്കുന്നത് വർത്തമാനകാലം. അപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന അർത്ഥം മാത്രമേ അതിന് വരാൻ പാടുള്ളൂ എങ്കിൽ നമ്മൾ ല യഫ്അലു എന്ന് ചേർത്ത് കൊടുക്കും. ല യഫ്അലു. അപ്പോൾ പിന്നെ അതിനർത്ഥം ആ പദത്തിന് ഏതർത്ഥം വരില്ല? ഇസ്തിഖ്ബാലിൻ്റെ അർത്ഥം വരില്ല. ഇനി ഒരാൾക്ക് കിട്ടേണ്ടത് പ്രവർത്തിക്കും എന്ന അർത്ഥം മാത്രമാണ് കിട്ടുന്നത്. എന്ത് പറ്റില്ല? പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന അർത്ഥം വേണ്ട. അപ്പോൾ സ യഫ്അലു, സൗഫ യഫ്അലു. അപ്പോൾ ഈ അർത്ഥം വരില്ല, ഹാലിൻ്റെ അർത്ഥവും വരില്ല. അപ്പോൾ മുളാരി എന്ന ഒരു പദം, ആ പദത്തിന് രണ്ട് മീനിങ്ങും വരും. ഇനി ഈ പറയപ്പെട്ട രൂപത്തിൽ ഒരു ക്രമീകരണം വരുത്തിയാൽ അത് ഇസ്തിഖ്ബാലിന് പ്രത്യേകമാകും. സീനും സൗഫയും അതിന് മുമ്പ് കൊടുക്കുകയാണെങ്കിൽ, ലാ എന്ന ഫത്ഹ് വെക്കപ്പെട്ട ലാ കൊടുക്കുകയാണെങ്കിൽ അത് ഹാലിന്, പ്രസന്റ് ടെൻസിന്, വർത്തമാനകാലത്തിന് ആവും. ഇതപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞതിൻ്റെ ഇത്. ഓക്കെ, ഓക്കെ, നമുക്ക് അടുത്ത ദിവസം ചോദിക്കാം. ഇത് നോക്കണേ. ഇതൊന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നുഗയ്യിറുൽ അഫ്ആലൽ മാളിയത്തല്ലത്തി തഹ്തഹാ ഖത്തുൻ ഇലൽ മുളാരിഅത്തി വൽ മുളാരിഅത്തല്ലത്തി തഹ്തഹാ ഖത്തുൻ ഇലൽ മാളിയത്തി ഫിൽ ഫിക്റത്തിൽ ആത്തിയ. ഇവിടെ അടിയിൽ വരച്ച കുറേ മാളി പദങ്ങളുണ്ട്. അതിനെ മുളാരിയിലേക്കും മുളാരി പദങ്ങളെ മാളിയിലേക്കും മാറ്റുക. ചോദ്യം മനസ്സിലായോ? അടിയിൽ വരച്ച മാളിയായ പദങ്ങൾ അതിനെ മുളാരിയിലേക്കും മുളാരിയായ പദങ്ങളെ മാളിയിലേക്കും മാറ്റുക. ചോദ്യം ക്ലിയർ ആണോ? അവിടെ പോയി പുറത്തെ ഇജ്തമഅ മാളിയാണോ മുളാരിയാണോ? അല്ലേ? ഓക്കെ, മാളിയാണ്. ഇജ്തമഅ കാരണം മുളാരി ആണെങ്കിൽ മുളാരി അതിന്റെ തുടക്കത്തിൽ അത്തൈനയിലുള്ള 4 അക്ഷരങ്ങളുള്ള ഒന്നുണ്ടാവും. അത് ഇവിടെ ഇല്ല. ഇത് ഇജ്തമഅ മാളിയാണ്. ഓക്കെ, ഇജ്തമഅ എന്നത് മാളിയാണ്. അതിന്റെ മുളാരി യജ്തമിഉ. അപ്പോൾ ഇവിടെ നമ്മൾ ശരിയാക്കി. ഇജ്തമഅ എന്ന പദം മാളിയുടെ സ്ഥലത്ത് യജ്തമിഉ എന്ന മുളാരി വെച്ചു. ക്ലിയറായി. ഇജ്തമഅ ഹുവ എന്നാണ് ലമീറായിട്ടുള്ളത്. യജ്തമിഉ എന്നുള്ളതിലും ഹുവ എന്നുള്ളത് തന്നെയാണ്. ഇജ്തമഅ യജ്തമി. അടുത്ത് നോക്കണേ. ഫജമഅഹു. അവിടെ ഫജമഅ, ജമഅ മാളിയാണോ മുളാരിയാണോ? ജമഅ മാളി. ഏത് മാളി? യെസ്. ഓക്കെ, യെസ്. ആ ജമാ എന്നുള്ളതിന്റെ മുളാരി, ജമാ എന്നതിന്റെ മുളാരി പറഞ്ഞോളെ. യെസ്, അതന്നെ. യജ്മ അതാണോ? ശ്രദ്ധയോടെ പറഞ്ഞു. യജ്മഅനി, ജമഅ എന്നതിന്റെ
മുതാരി ജമഅ എന്നതുമാണെങ്കിൽ യജ്മഉ, ജമഅ എന്നാണ് ഇവിടെ. അപ്പോൾ യജ്മഅനി. യെസ്, ക്ലിയർ. അടുത്ത നോക്കണേ, അസ്ബഹ. അസ്ബഹ മാലിയാണോ മുതാരിയാണോ? മാലി മുജറദാണോ മസീദാണോ? ഓക്കെ, അതിന്റെ മുതാരി എന്താ? യുസ്ബിഹു. മനസ്സിലായില്ലേ? അഫ്സലെ, റഷീദ് ക ഒപ്പല്ലേ? ഫാറൂഖ് ഭായ്, അപ്പോ അസ്ബഹന്റെ മാലി എന്ത് ചെയ്തു? നമ്മൾ മുതാരിയാക്കി, യുസ്ബിഹു ആക്കി. അടുത്ത് ദക്കറ മാലിയാണോ മുതാരിയാണോ? മാലിയ. യെസ്, അതിന്റെ മുതാരി യുദക്കിറു. യെസ്, ക്ലിയർ. ഇംതന മാലിയാണോ മുതാരിയാണോ? മുതാരി എന്ത് വരും? എം എം തനി കേട്ടോ, എം തനി. അടുത്തത് കാല മാലിയാണോ മുതാരിയാണോ? മുതാരി യഖൂൽ. യെസ്, ക്ലിയർ. നർബഹു. ശ്രദ്ധിക്കണേ, നർബഹു മാലിയാണോ മുതാരിയാണോ? അപ്പൊ അതിന്റെ മാലി ശ്രദ്ധിച്ചു പറയും. ആ, അതാണ് പറഞ്ഞത്. ഇത് നർബഹു എന്നല്ലേ റാഫിക്ക? നഹ്നു അല്ലല്ലോ ലമീർ. അതിൽ നർബഹു എന്ന് പറയുമ്പോൾ നഹ്നു എന്നുള്ള ലമീറാണ്. അപ്പോൾ നമ്മൾ മാലിയാക്കുമ്പോൾ നഹ്നു എന്നുള്ളത് തന്നെ വേണം. റബഹ എന്ന് പറഞ്ഞാൽ ശരിയാണ്. അതിന്റെ ഏത് റബഹ എന്നല്ല, റബിഹ എന്ന വരിക കേട്ടോ. അത് കുഴപ്പമില്ല. നമ്മൾ പേരും സുലാസിങ്ങൾ പറഞ്ഞല്ലോ, ക്ലിയർ തന്നെയാണ്. പക്ഷെ അതിന്റെ ശരിയായ ഇത് റബിഹ എന്നാണ്. പക്ഷെ റബിഹ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല ഇവിടെ. കാരണം എന്താണ്? റബിഹയിൽ ഹുവ എന്നുള്ള ലമീറാണ്, നർബഹു എന്നുള്ളതിൽ നമ്മൾ നഹ്നു ആണ്. അപ്പൊ റബിഹ സർഫാക്കി വരുമ്പോൾ റബിഹ റബിഹ റബിഹു അങ്ങനെ പോയിട്ട് അവസാനം റബിഹ്ന എന്ന് വരും. റബിഹ്ന. അടുത്തത് വസ്സഅന. വസ്സഅന. യെസ്, നുവസ്സിഉ. വസ്സഅന നഹ്നു എന്ന ലമീർ അതിന്റെ മുതാരി ആക്കുമ്പോൾ നുവസ്സിഉ. വസ്സഅ യുവസ്സിഉ എന്നാണ് മുതാരി വരിക. വസ്സഅ. ഇവിടെ വസ്സഅന എന്നായതുകൊണ്ട് നുവസ്സിഉ. ഓക്കെ. ദക്കറ നമ്മൾ നേരത്തെ പറഞ്ഞു, യുദക്കിറു. നഖ്സറു. നഖ്സറു. ഖസിറ. ഖസിറ യഖ്സറു. അപ്പോൾ അതൊരു ഖസിർന. റബിഹന ഉറപ്പാണല്ലോ അല്ലേ? മേലുണ്ടായിട്ട് റബിഹന നർബഹു. യെസ്, ക്ലിയർ. അല്ല, അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മജ്ഹൂലാണെങ്കിൽ മുലാറത്തിന്റെ അക്ഷരത്തിന് എന്തായിരിക്കും? മജ്ഹൂലാണ്. ഇവിടെ നൂനിക്ക് ഫത്ഹാണ്, ഇവിടെ ഫത്ഹല്ലേ, ഞാന്നല്ലേ. ഇനി നേരെ മറിച്ച് എന്ത് വരും? ലമ്മ് വരും. നുർബഹു മജ്ഹൂലാണ്. നുർബഹു മജ്ഹൂലാണ്. നുഖ്സറു മജ്ഹൂൽ. ആ, അല്ല 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 അല്ല, എല്ലാം അങ്ങനെയല്ല. അപ്പൊ മനഅ യംന മഅറൂഫ് ആണെങ്കിലും അങ്ങനെ വരും, മുലാരി വരും. അല്ലല്ല, നർബഹു. റബിഹ യർബഹു എന്നാണ്. സമിഅ യസ്മഉ എന്നല്ലേ നമ്മൾ പറഞ്ഞു? സമിഅ യസ്മഉ. സുലാസി മുജറദാണ്. സുലാസി മുജറദ്. യെസ്, മഅറൂഫില് ഫത്ഹും വരും, ചിലത് കസ്റും വരും മഅറൂഫില്. ഇപ്പൊ ഇജ്തമഅ യജ്തമിഉ എന്നാണ്. ഇൻഫഅല യൻഫഇലു എന്നാണ്. ഇസ്തഖറജ യസ്തഖ്രിജു. അത് അതന്നെയാണ് നമ്മൾ സർഫാക്കിയത്. അതാ വസന അങ്ങനെ സർഫാക്കുള്ളൂ.
ഖസിറ യഖ്സറു, ആ യഖ്സറു യഖ്സറാനി യഖ്സറൂന തഖ്സറു തഖ്സറാൻ, ഫഇല യഫ്അലു വസ്ന. നമ്മൾ സുലാസി മുജറദ് 5 ബാബാണ്. സുലാസി മുജറദ് 5 ബാബ്. അതൊന്ന് ശ്രദ്ധിക്കണേ, ഫഅല യഫ്അലു, മറ്റൊന്ന് ഫഅല യഫ്ഇലു, മറ്റൊന്ന് ഫഅല യഫ്ഉലു, പിന്നൊന്ന് ഫഇല യഫ്അലു. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. റബിഹ യർബഹു, ഖസിറ യഖ്മു, ഫഇല യഫ്അലു, സമിഅ യസ്മഉ എന്ന് പറഞ്ഞ പോലെ, സമിഅ യസ്മഉ എന്ന് പറഞ്ഞ പോലെ. പക്ഷേ ക്ലിയർ അല്ലേ? ഇപ്പൊ കേൾക്കണല്ലേ? എവിടെ റാഫിക? അഫ്സൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വോയിസ് പ്രശ്നമുണ്ടോ? ഫാറൂഖ് ഭായ്. അപ്പൊ അവിടെ ഇത് നമ്മള് ഇത് ഇത്ര ആലോചിച്ചാൽ മതി. മുലാരിന്റെ മജ്ഹൂലാണെങ്കിൽ മുലാറഅത്തിന്റെ അക്ഷരത്തിന് എപ്പോഴും ലമ്മായിരിക്കും, അവസാനത്തതിന് മുമ്പുള്ളതും ഫത്ഹുവായിരിക്കും മജ്ഹൂലാണെങ്കിൽ. മഅറൂഫ് ആവുമ്പോൾ മുലാറഅത്തിന്റെ അക്ഷരം ലമ്മും വരാം ഫത്ഹയും വരാം. ലമ്മ് വരുമ്പോൾ അവസാനത്തതിന് മുമ്പുള്ളത് കസ്റായിരിക്കും. അപ്പോൾ നമ്മൾ മഅറൂഫ് മജ്ഹൂലും കൺഫ്യൂഷൻ വരാൻ ആ ഒരു നിയമം നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ വരില്ല. ഒന്നുകൂടി പറയാനേ. മജ്ഹൂലാണെങ്കിൽ ഒരു സംഗതി ഇപ്പോൾ ഫീലിപ്പോൾ ഒന്നിരിക്ക മജ്ഹൂലോ ഒന്നിരിക്ക മഅറൂഫ് ആവുമല്ലോ, ഒന്നിരിക്ക ആക്റ്റീവോ അല്ലെങ്കിൽ പാസീവ് വോയിസ് ആവും. അപ്പോൾ മജ്ഹൂലാണെങ്കിൽ മുലാറഅത്തിന്റെ ലെറ്റർ മാലി എത്ര അക്ഷരമുള്ളതാവട്ടെ, മാലി 3 അക്ഷരമുള്ളതാവട്ടെ, 4 അക്ഷരമുള്ളതാവട്ടെ, 5 ആവട്ടെ, 6 ആവട്ടെ, 7 അക്ഷരമുള്ളതാവട്ടെ, മജ്ഹൂലാണോ അതിൽ മുലാറഅത്തിന്റെ അക്ഷരം, അതായത് അത്തൈന എന്നുള്ള 4 അക്ഷരങ്ങൾ ലമ്മു ആയിരിക്കും. പുറമെ അവസാനത്തെ ലെറ്ററിന് മുമ്പുള്ള ലാസ്റ്റ് ബട്ട് വൺ, അതിൽ ആ അവസാനത്തെ മുമ്പുള്ള അക്ഷരം സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ ഫത്ഹുമായിരിക്കും. ഇത് മനസ്സിലാക്കിയാൽ മജ്ഹൂൽ എന്താന്ന് നമുക്ക് തിരിഞ്ഞു. ഇതല്ലാത്തതൊക്കെ മജ്ഹൂൽ അല്ലാത്തതാണ്, മജ്ഹൂൽ അല്ലാത്തതൊക്കെ മഅറൂഫാണ്, മജ്ഹൂൽ അല്ലാത്തത് മുഴുവൻ മഅറൂഫാണ്. അപ്പോൾ മഅറൂഫിന് കൺഫ്യൂഷൻ വരല് തുടക്കത്തിലെ അക്ഷരത്തിന്മേണ്. ഇത് യാന്നും വരും യൂന്നും വരും, ലമ്മും വരും ഫത്ഹയും വരും. ലമ്മ് വരുന്നത് മാലി 4 അക്ഷരമുള്ളത്, മാലി 4 അക്ഷരമുള്ളതിൻ്റെ മുദാരിയിൽ മുദാറഅത്തിന്റെ അക്ഷരത്തിന് ലമ്മായിരിക്കും, ബാക്കിയുള്ളതിനൊക്കെ ഫത്ഹായിരിക്കും. ഓക്കെ ആണോ റഫീഖ? സുലാസി മുജറദിന്റെ എല്ലാ മുദാരിക്കും ഫത്ഹായിരിക്കും. എങ്ങനത്തതാണ്? മഅറൂഫിൽ ഫത്ഹായിരിക്കും. ഏത്? അതില് യാന്നാ നമ്മൾ മുലാറത്തിന്റെ അക്ഷരത്തിനാണ്. മറ്റേതല്ല, മറ്റേത് 3 അക്ഷരം 3 രൂപം വരും. ഫഅല യഫ്അലു യഫ്ഉലു യഫ്ഇലു. അത് മാറ്റം വരും. അത് നമ്മളെങ്ങനെ, ഇപ്പൊ നമ്മൾ മലയാളം ഇപ്പോൾ ഒരാൾ പഠിക്കുകയാണെങ്കിൽ അയാൾ ഗവേഷണം ചെയ്ത് ഓരോന്ന് പഠിച്ചിട്ട് നമ്മളോട് പറയുമ്പോൾ നമ്മളത് എതിർത്ത് പറയില്ലേ? മലയാളം അത് നമ്മുടെ ഭാഷയിൽ സ്ഥിരപ്പെട്ട നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ പറയണം. അതേപോലെ തന്നെ കത്തബ എന്നുള്ളത് എന്താ, യക്തിബു എന്നാവാതിരുന്നതെന്ന് നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. കത്തബ എന്നുള്ളത് യക്തുബു എന്ന് തന്നെ ആവുള്ളൂ. അത് അറബി ഭാഷയിൽ അങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് കേട്ട് പഠിക്കുക തന്നെ. ഇപ്പോൾ സർഫാക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചല്ലോ നേരത്തെ, ഇജ്തമഅ യജ്തമഉ മഅറൂഫിൽ ഫത്ഹ് ആക്കിക്കൂടെ? ഫത്ഹ് ആക്കണേന് നമ്മുടെ ഗവേഷണം വെച്ച് നമ്മുടെ അറിവ് വെച്ചിട്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അറബി ഭാഷയുടെ നിയമപ്രകാരം അത് പറ്റില്ല. ഒരു ഭാഷയുടെ നിയമപ്രകാരം അത് അങ്ങനെ പറ്റും. ഇജ്തമഅ യജ്തമിഉ. അപ്പോൾ നമ്മളത് പഠിക്കാനാണ് അജ്നാസ് സൂറയിൽ ഓരോ മസ്നും നമ്മൾ ഇങ്ങനെ സർഫാക്കിയത്. ഫഅല യഫ്ഉലു ഫഅലൻ ഫഹുവ ഫായിലുൻ, അല്ലെങ്കിൽ ഈ അഫ്അല യുഫ്ഇലു ഇഫ്ആലൻ ഫഹുവ മുഫ്ഇലുൻ. അങ്ങനെ ഓരോന്നും സർഫാക്കും. അത് അതേ രൂപത്തിൽ തന്നെ വരും.
സുലാസി മുജറദ് അത് 5 രൂപത്തിൽ വരും. ബാക്കി റുബായി മുജറദ് ആവട്ടെ, സുലാസി മസീദ് ഫിഹി ആവട്ടെ, റുബായി മസീദ് ഫിഹി ആവട്ടെ, ഒരൊറ്റ രൂപയേ ഉള്ളൂ, സിംഗിൾ ഫോർമാറ്റ്. സുലാസി മുജറദ് 5 രൂപത്തിൽ വരും. അത് ഒന്നിരിക്ക മാലി 3 ഫത്ഹായിട്ട് വരും, അല്ലെങ്കിൽ മാലി ഐൻഫീൽ കസറായിട്ട് വരും, ബാക്കി 2 ഫത്ത്. ഫഅല ഫഇല, ഫഅല ഫഇല, അല്ലെങ്കിൽ ഐൻഫീൽ ലമ്മ ഫഉല, ഫഅല ഫഇല ഫഉല. ഇതല്ലാത്ത സുലാസി മുജറദ് ഉണ്ടാവില്ല. ഏത് മാതി എടുത്താലും ഫഅല ഫഇല ഫഉല, ഇതല്ലാത്ത ഉണ്ടാവില്ല. മുലാരി നോക്കി നിങ്ങൾ, യഫ്അലു യഫ്ഇലു യഫ്ഉലു, ഇതല്ലാത്ത ഉണ്ടാവില്ല. അതെങ്ങനെ തിരിയാ? അത് എന്താ ഇതെങ്ങനെ ഇങ്ങനെ വരിക? അത് നമ്മൾ ഇവരുടെ ഭാഷ, ഇവരുടെ പ്രയോഗങ്ങൾ, ഇവരുടെ ശൈലികൾ കേട്ട് മനസ്സിലാവും. നോക്കല്ലേ, കുറച്ച് നോക്കാം. ക്ലിയർ അല്ലേ? ഇവിടെ ജവാസിമുൽ മുലാരിഇ വനവാസിബുഹു, മുലാരിഇനിക്ക് ജസ്മ് ചെയ്യുന്ന അക്ഷരങ്ങളും നസ്ബ് ചെയ്യുന്ന അക്ഷരങ്ങളും. മുലാരിയായ ഫീല് മോറബാണ്. അത് റഫ്ഉം വരും, ജസ്മും വരും, നസ്ബും വരും. അപ്പം ജസ്മ് ചെയ്യേണ്ട അക്ഷരം, നസ്ബ് ചെയ്യേണ്ട അക്ഷരങ്ങൾ നോക്കാം. അതിനു മുമ്പ് ഒരു നെഗറ്റീവിൻ്റെ ഒരു രൂപം കൂടി പറയാട്ടോ. വഅലം, നീ അറിയുക. അന്നഹു, തീർച്ചയായും, കാര്യം. യദ്ഖുലു, പ്രവേശിക്കും. അലൽ ഫിഇലിൽ മുലാരിഇ, മുലാരി ആയ ഫിഇലിൻ്റെ മേൽ പ്രവേശിക്കും. മാ എന്നത് പ്രവേശിക്കും. വല, ലാ എന്നതും പ്രവേശിക്കും. അന്നാഫിയത്താനി, നഫിയ ചെയ്യുന്നതായ മായും ലായും പ്രവേശിക്കും. നെഗറ്റീവ് ആക്കുന്ന. യഫ്അലു, അവൻ പ്രവർത്തിക്കും. ലാ യഫ്അലു, അവൻ പ്രവർത്തിക്കൂല. യക്തുബു, അവൻ എഴുതും. ലാ യഫ്അലു, അവൻ എഴുതൂല. നമ്മൾ മീസാനിൽ ലാ എന്നതേ പറഞ്ഞിട്ടുള്ളൂ. മാ എന്നത് മാലിയിൽ വരുന്നതാ പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ? ഫഅല മാ ഫഅല, യഫ്അലു ലാ യഫ്അലു. പക്ഷെ മായും മുലാരിയിൽ വരും. കാരണം മുലാരിക്ക് 2 രൂപം ഉണ്ട് നമ്മൾ പറഞ്ഞു. ഹാലും ഉണ്ട്, ഇസ്തിഖ്ബാലും ഉണ്ട്. അപ്പൊ ഹാലിൽ നഫി ചെയ്യാനാണ് മാ വരിക. അത് മൗസൂലാന്റെ മാണ്, അത് വേറെ. ഇത് നിഷേധം, നഫി ചെയ്യുന്ന മാ, നെഗറ്റീവ് ആക്കുന്നത് മാ. അസീസ്ക വന്നോ? സിസ്കാന്റെ ശബ്ദം പോലെ അല്ല. ഓക്കെ. മാ എന്നുള്ളത് നെഗറ്റീവ് ആക്കുന്നതാണ്. അത് ഹാലിനെ നെഗറ്റീവ് ആക്കാനാണ് മാ വരിക. ലാ എന്നുള്ളത് ഇസ്തിഖ്ബാലിനെ നെഗറ്റീവ് ആക്കാനാണ് വരിക. മാ എന്നുള്ളത് ഹാല് 2 രൂപത്തിൽ മുലാരി വരുമല്ലോ. ഹാലിനിക്കും വരും, ഇസ്തിഖ്ബാലിനും. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസ്, നാം നസ്ഖ് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ ഇതാണ് മാ നൻസഖ് എന്നുള്ളത് ജസ്മ് ചെയ്യുന്ന. ശരി, അത് നഫി അല്ല. അത് വരും, മാ വരും. അത് നമുക്ക് നോക്കാം. മുലാരി മാ നൻസഖ് എന്നുള്ളിടത്ത് ഹായിനിക്ക് സുക്കൂനല്ലേ, അത് ജസ്മാണ്. അപ്പൊ അത് ജസ്മ് ചെയ്യുന്നതാണ്. ജസ്മ് ചെയ്യുന്ന മാ വരും. മൻ, മാ, മത്ത, മഹുമ എന്നുള്ളതൊക്കെ ജസ്മ് ചെയ്യും. അപ്പൊ ഇതല്ല, അതതിന് ഇതിന് നഫിന്റെ ഉദാഹരണമല്ല. മാൻ എന്നുള്ളത് വരലുണ്ട്. അപ്പോൾ മാ യഫ്അലു, ഉദാഹരണം പറയാം. ഖുർആനിൽ വന്ന് നമുക്ക് നോക്കി പറയാം. മാ യഫ്അലു, അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നില്ല.
ആണോ അവിടെ മാ എന്നുള്ളത് നഫീന് വേണ്ടി വരും. അപ്പൊ മായും നായും നഫി ചെയ്യുന്ന മായും ലായും എവിടെ വരും? മുലാരിയായ ഫീലിന്റെ മേൽ പ്രവേശിക്കും. ഫലാ തുഗയ്യിറാനി, അത് രണ്ടും മാറ്റം വരുത്തൂല. സ്വീഗത്തഹു, മുലാരിന്റെ രൂപത്തിനിക്ക് മാറ്റം വരുത്തൂല. മുലാരി യഫ്അലു എന്നാണോ, മാ വന്നാലും ലാ വന്നാലും മാ യഫ്അലു ലാ യഫ്അലു എന്നേ വരുള്ളൂ. മുലാരി യഫ്അലാനി എന്നാണോ, മാ വന്നാലും ലാ വന്നാലും മാ യഫ്അലാനി ലാ യഫ്അലാനി എന്നേ വരുള്ളൂ. അതിന്റെ രൂപത്തിനൊരു മാറ്റം വരുത്തൂല. ഫതഖൂല, അപ്പൊ നീ പറയും ലാ യൻസുറു ലാ യൻസുറാനി ലാ യൻസുറൂന ഇലാ ആഖിരിഹി, അതിന്റെ അവസാനം വരെ. ലാ യൻസുറു ലാ യൻസുറാനി ലാ യൻസുറൂന. അപ്പോൾ അവിടെ അതിൻ്റെ അവസാനം എന്തുണ്ട്? വേറെ എന്ന് പറഞ്ഞാൽ ലാ തൻസുറു ലാ തൻസുറാനി ലാ യൻസുർന ഉണ്ടോ? അത് നമ്മൾ യൻസുറു സർഫാക്കിയ പോലെ തന്നെയാണ്. യൻസുറു യൻസുറാനി യൻസുറൂന തൻസുറു തൻസുറാനി, അതിൻ്റെ അതേപോലെ തന്നെ ലാ ചേർന്ന് വന്നപ്പോൾ ഒരു മാറ്റം വരുത്തിയില്ല. ഇനി ഈ ജസ്മ് ചെയ്യുന്നതും നസ്ബ് ചെയ്യുന്നതും മുലാരിന്റെ രൂപത്തിന് മാറ്റം വരുത്തും. നമുക്കറിയാം, നോക്കാം. വയദ്ഖുലു, പ്രവേശിക്കും. അലൽ മുലാരിഇ, മുലാരിയായ ഫീലിന്റെ മേൽ പ്രവേശിക്കും. അൽ ജാസിമു, ജസ്മ് ചെയ്യുന്നത് പ്രവേശിക്കും. ജസ്മ് ചെയ്യുന്നത് ഇതുപോലെ ലം, ലമ്മ, ലാമുൽ അംരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. ലം, ലമ്മ, ലം. അപ്പോഴോ പ്രവേശിച്ചാലോ മറ്റേതുപോലെയല്ല. ഫതുഹദഫു മിൻഹു, അപ്പോൾ ആ മുലാരിഇൽ നിന്നും കളയപ്പെടും. ഹർക്കത്തുൽ വാഹിദി, വാഹിദിന്റെ ഹർക്കത്ത് കളയപ്പെടും. ഹർക്കത്തണ്ട് നീക്കും. യഫ്അലു, ആ ലമ്മണ്ട് നീക്കും. അപ്പൊ യഫ്അൽ എന്നാവും. ലം യഫ്അൽ. ഹർക്കത്ത് നീക്കിയാൽ പിന്നെ ഹർക്കത്ത് മൂന്നെണ്ണം ഉള്ളൂ കേട്ടോ, സുക്കൂൻ ഹർക്കത്തല്ല, നമുക്കറിയാം. ഹർക്കത്ത് മൂന്നെണ്ണം ഉള്ളൂ. ഫത്ഹ, കസ്ര, ലമ്മ, ഈ മൂന്നിനെ ഹർക്കത്തുള്ളൂ. അതില്ലാത്തത് സുക്കൂന്, ഹർക്കത്തില്ലാത്ത അവസ്ഥ. ഹർക്കത്തിനെ നീക്കി. പിന്നെന്തിനേയും വൽ വാഹിദത്തി, വാഹിദത്തിന്റെ ഹർക്കത്തിനെയും നീക്കി. പെണ്ണിന്റെ യഫ്അലു എന്നുള്ളത് ലം യഫ്അൽ എന്നാവും. തഫ്അലു എന്നുള്ളത് ലം തഫ്അൽ എന്നാവും. പിന്നെ എന്നും കളയപ്പെടും വനൂനു തസ്നിയത്തി, തസ്നിയയുടെ നൂനിനെ കളയപ്പെടും. വനൂനുൽ ജംഇൽ മുദക്കരി, ജംഅ മുദക്കറിന്റെ നൂനിനെയും കളയപ്പെടും. വനൂനുൽ വാഹിദത്തിൽ മുഖാത്തബത്തി, മുഖാത്തബത്ത് അതായത് പെണ്ണ്, നമ്മുടെ അഭിസംബോധന ചെയ്യുന്ന പെണ്ണ്. തഫ്അലീന തൻസുരീന എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൻ്റെ നൂനിനെയും കളയപ്പെടും. അതിൻ്റെ നൂനെയും കളയപ്പെടും. ഏതൊക്കെ നൂന്? തസ്നിയാന്റെ നൂന്, ജംഅ മുദക്കറിന്റെ നൂന്, മുഖാത്തബത്തിന്റെ നൂന്, തഫ്അലീന എന്നുള്ളത് നൂനെയും കളയും. പിന്നെ ഏത് നൂനിനെ കളയില്ല? വലാ തുഹ്ദഫു നൂനു ജമാഅത്തിൽ മുഅന്നസ്, ജംഉ മുഅന്നസിന്റെ നൂനിനെ കളയില്ല. ജംഉ മുഅന്നസിന്റെ നൂന് യഫ്അൽന തഫ്അൽന, രണ്ട് നൂനുണ്ട്, ആ നൂനിനെ കളയില്ല. എന്താ കളയാത്തത്? ഫൈനഹു, കാരണം അത് ലമീറുൻ, ലമീറാണ്. ഏതുപോലെ? കൽവാവി, വാവ് പോലെ. ഫി ജംഇൽ മുദക്കരി, ജമ്മു മുദക്കറിൽ ഒരു വാവ് ഉണ്ടല്ലോ, യഫ്അലൂന എന്നുള്ളൊരു വാവ് ഉണ്ടല്ലോ, അതുപോലെ ഇവിടുത്തെ ലമീറാണ് ഈ നൂന്. അവിടെ വാവിനെ കളയുന്നില്ലല്ലോ, അതുകൊണ്ട് ഇവിടുത്തെ നൂനെയും കളയാൻ പാടില്ല. അതുകൊണ്ട് തസ്ബുത്തു, അത് സ്ഥിരപ്പെടും. അല കുല്ലി ഹാലിൻ, ഏതവസരത്തിലും, എല്ലാ അവസരത്തിലും അത് സ്ഥിരപ്പെടും. ജസ്മ് ചെയ്യുന്നത് വരട്ടെ, നസ്ബ് ചെയ്യുന്നത് വരട്ടെ, രണ്ടും വരാതിരിക്കട്ടെ, രണ്ടും വരട്ടെ, അവിടെ എന്ത് ചെയ്യും? സ്ഥിരപ്പെടും. നോക്കാം. തഖൂലു ലം യൻസുർ, ഒരു ലം ഉള്ളൂ കേട്ടോ, ഒന്ന് വെട്ടിയാൽ മതി. ലം യൻസുർ, ലം യൻസുറ, അവിടെ നൂന് പോയല്ലോ, തസ്നിയത്തിന് നൂന് പോയി. അല്ലല്ല, ലം യൻസുർ എന്ന് പറഞ്ഞാൽ അവൻ സഹായിച്ചിട്ടില്ല. ലം യൻസുറു, ലം തൻസുർ, ലം തൻസുറ, ലം യൻസുർന, ആ നൂന് അവിടെ ചേർക്കണം.
യെസ് യെസ് യെസ്. ജസ്മിൻ ആ, ജസ്മിന്റെ അക്ഷരവും ജസ്മ് ചെയ്യുന്ന അക്ഷരവും മാദിയിലേക്ക് മീനിങ്ങിനെ മറിക്കുന്ന അക്ഷരവുമാണ് ലം. ആ, അതെ അതെ, മാഫഅല എന്നർത്ഥം. ലം യഫ്അൽ എന്നുള്ളതിന് മാഫഅല. അപ്പം നമ്മളിപ്പോ പറഞ്ഞത് ആ ഏതാണ്, ജസ്മ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ജസ്മ് ചെയ്യുമ്പോൾ വാഹിദിന്റെയും വാഹിദത്തിന്റെയും ഹർക്കത്തുകളെ കളയും, തസ്നിയയുടെയും ജംഅ് മുദക്കറിന്റെയും വഹദാൻ മുഅന്നസ് ഹാളിറിന്റെയും നൂനിനെ കളയും. ജംഅ് മുഅന്നസുകളുടെ നൂനിനെ കളയില്ല, കാരണം അത് ലമീറാണ്. ലമീറിനെ കളയാറില്ല. അലിഫ് യഫ്അല എന്ന് പറഞ്ഞോടത്ത്, ലം യഫ്അല എന്ന് പറഞ്ഞോടത്തുള്ള അലിഫ് ലമീറാണ്, കളഞ്ഞിട്ടില്ല. ലം യഫ്അലു എന്ന് പറഞ്ഞിടത്തുള്ള വാവ് ലമീറാണ്, കളഞ്ഞിട്ടില്ല. ലം തഫ്അലി അവിടുത്തെ യാ ലമീറാണ്, കളഞ്ഞിട്ടില്ല. കളയാത്ത ലമീർ കളയാത്തത് കൊണ്ട് ഇവിടെ ഈ നൂനും ലമീർ ആയതുകൊണ്ട് ഇതിനെയും കളയാൻ പാടില്ല. ഇനി പോകാം. വയദ്ഖുലു നാസിബു, നസ്ബ് ചെയ്യുന്നത് പ്രവേശിക്കും. അലൈഹി മുളാരിന്റെ മേൽ, മുളാരിന്റെ മേൽ നസ്ബ് ചെയ്യുന്നതും പ്രവേശിക്കും. എന്നിട്ടോ ഫയുബ്ദിലു മിനൽ ലമ്മത്തി ഫത്ഹത്തൻ, അബ്ദല യുബ്ദിലു ട്ടോ. അപ്പോൾ ലമ്മത്തിൽ നിന്ന് അത് മാറ്റം വരുത്തും. ഫത്ഹത്തൻ, ഫത്ഹത്തായിട്ട് മാറ്റം വരുത്തും. ആ ലമ്മിനെ മാറ്റി ഫത്ഹാക്കും. ഹർക്കത്ത് കളയുന്നല്ല, ആ ലമ്മിനെ മാറ്റും, എന്നിട്ട് ഫത്ഹാക്കും. അപ്പൊ ഹർക്കത്ത് അവിടെ ഉണ്ട്. ലമ്മ് എന്നുള്ള ഹർക്കത്ത് മാറിയിട്ട് ഫത്ഹ് എന്നുള്ള ഹർക്കത്ത് വന്നു. വയുസ്ഖിത്തുൻ നൂനാത്തി, എല്ലാ നൂനുകളെയും അത് കളയും. സിവാ നൂനി ജമാഅത്തിൽ മുഅന്നത്തി, ജമു മുഅന്നസിന് നൂന് ഒഴികെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജമു മുഅന്നസിന് നൂന് ഒഴികെ കളയും. തഖൂലു, നീ പറയും, ലൻ യൻസുറ ലൻ യൻസുറ ലൻ യൻസുറു, ലൻ തൻസുറ ലൻ തൻസുറ ലൻ യൻസുർന. ലൻ അവിടെ നൂന് കണ്ടല്ലോ, സ്ഥിരമുണ്ട്. ലൻ തൻസുറ ലൻ തൻസുറ ലൻ തൻസുറു, ലൻ തൻസുരി ലൻ തൻസുറ ലൻ തൻസുർന, ലൻ അൻസുറ ലൻ നൻസുറ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ലെന്നിന്റെ അർത്ഥാണ് എന്താ, ചെയ്യൂല, സഹായിക്കൂല, അവൻ സഹായിക്കൂല, അവർ രണ്ടുപേരും സഹായിക്കൂല. ഇതിനൊരു ഒരു കട്ടി കൂടുണ്ടാവും, ഒരു സ്ട്രോങ് ഉണ്ടാവും, ഒരു സ്ട്രോങ് ഉണ്ടാവും. ഓക്കെ, പോകാം. ഇതുകൊണ്ട് പറയട്ടെ, ഇതുകൊണ്ട് പറഞ്ഞ ജസ്മിൻ്റെ തന്നെയാണ്. വമിനൽ ജവാസിമി, ജസ്മ് ചെയ്യുന്നതിൽ പെട്ടതാണ്. ലാമുൽ അംറി, അംറിന്റെ ലാമ്. അംറിനൊരു ലാമുണ്ട്. ഫി അംറിൽ ഗായിബ്, അംറ് ഗായിബിൽ ഇട്ടോ, അത് അംറ് ഗായിബിലേ വരുള്ളൂ. ലിയൻസുർ ആണോ, ലിയൻസുറ. അപ്പോഴും മറ്റേ പറഞ്ഞ പ്രത്യേകത ഉണ്ടാവും. ഏത്? ഫത്ത് ഹർക്കത്തിനെ കളയും, നൂനുകളെയും കളയും. ഏതൊഴികെ? ജമ്മു മനസ്സിന് നൂനൊഴികെ. ലിയൻസുർ ലിയൻസുറ ലിയൻസുറു, ലിതൻസുർ ലിതൻസുറ ലിയൻസുർന, ലിതൻസുർ അല്ലേ, ലിയൻസുർന. വക്കദാ ലിയദ്രിബ്, സർഫാക്കുമ്പോൾ ലിയദ്രിബ് ലിയദ്രിബ് ലിയദ്രിബ ലിയദ്രിബു, ലിയഅലം ലിയഅലമ ലിയഅലമു, ലിയുദഹ്രിജ് അംർ ലിയുദഹ്രിജ് ലിയുദഹ്രിജ് ലിയുദഹ്രിജ ലിയുദഹ്രിജു, ലിയുഫഇൽ ലിയുഫഇല ലിയുഫഇലു. അതിൻ്റെ മുളാരി എങ്ങനെയാണോ വന്നത് അതിന് എന്ത് ചെയ്യും? അതേ രൂപത്തിൽ തന്നെ ജസ്മു കൊടുത്ത് പറയും. ലം യഫ്അൽ ലം യഫ്അല എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ലം
യൻഫഇൽ ലം യൻഫഇല ലം യൻഫഇലു ലം യജ്തമിഅ ലം യജ്തമിആ ലം യജ്തമിഉ മുതാരിയാണ്. നിയമം എല്ലാത്തിനും, അത് സുലാസി ആവട്ടെ, റുബായി ആവട്ടെ, മുജറദ് ആവട്ടെ, മസീദ് ഫീ ആവട്ടെ, ഹറക്കത്തിനെ ജസ്മിന്റെ സമയത്ത് കളയും, നൂനുകളെയും കളയും, ജമ്മു മുഅന്നസിനും ഒഴികെ. ബാക്കി നമ്മൾ യജ്തമി എന്ന് സർഫാക്കിക്കണല്ലോ. യജ്തമി യജ്തമി ആനി യജ്തമി ഊന, അതേപോലെ തന്നെ ഇവിടെ സർഫാക്കും. ലം വരുമ്പോൾ ലം യജ്തമി ലം യജ്തമി ആ, നൂന് പോയി. ലം യജ്തമി ഊ, നൂന് പോയി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇവിടെ റാഫിക്ക, സുഹൈൽ സാർ, അഫ്സൽ, ഓക്കെ അല്ലേ? നമ്മളിപ്പോൾ ഇതിൽ സുലാസി മുജറദാണ് പറയുന്നത്. പക്ഷെ സുലാസി മുജറദ് മാത്രം വെച്ചാൽ പോരാ, ബാക്കി നമ്മൾ പഠിച്ച ഏതൊക്കെ മുലാരി ഇപ്പം സുലാസി മജീദ് ഫിഹിയിലും റുബായിലും ഒക്കെ വന്നതുണ്ടോ അതൊക്കെ നമ്മൾ സർഫാക്കണം. അതിനൊക്കെ ഇതേ നിയമം തന്നെയാണ്. എല്ലാം പാടെ സർഫാക്കിയിട്ട് ഓരോന്നും സർഫാക്കി പറയുമ്പോൾ നമ്മുടെ കിതാബ് തീരൂല, കുറേ നീണ്ടുപോകും, കട്ടി വിടും. അതുകൊണ്ട് ഒന്ന് സാമ്പിളിൽ കാണിക്കണം. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ മറ്റുള്ളതും സർഫാക്കണം. ഒമിൻഹ ജവാസിമിൽ പെട്ടതാണ് ലന്നാഹിയത്തു, നെഹി ചെയ്യുന്ന ലാ. അപ്പം നെഫി ചെയ്യുന്ന ലാ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് നെഹി ചെയ്യുന്ന ലാ. അപ്പം രണ്ടെണ്ണായി, ലാന്ന് രണ്ടായിട്ടായി. അപ്പോൾ തക്കൂലു നീ പറയും ഫി നെഹിയിൽ ഗായിബി, നെഹി ഗായിബിൽ നീ പറയും ലാ യൻസുർ ലാ യൻസുറാ ലാ യൻസുറു, ലാ തൻസുർ ലാ തൻസുറാ ലാ യൻസുർന. നെഹിയെ ഗായിബാണത്. ഫി നെഹിയിൽ ഹാദിർ, നെഹി ഹാദിർ നീ പറയും ലാ തൻസുർ ലാ തൻസുറാ ലാ തൻസുറു, ലാ തൻസുരി ലാ തൻസുറാ ലാ തൻസുർന ആണോ? അതേപോലെ തന്നെ ലാ യജ്തമിഉ ലാ യജ്തമിആ ലാ യജ്തമിഉ, ലാ യുഖാതിൽ ലാ യുഖാതില ലാ യുഖാതിലു, ലാ തുഖാതിൽ ലാ തുഖാതില ലാ യുഖാതിൽന, ലാ യുഫർരിജ് ലാ യുഫർരിജ ലാ യുഫർരിജു, ലാ തുഫർരിജ് ലാ തുഫർരിജ ലാ യുഫർരിജ്ന. അത് വായിബ്. ഇനി ലാ തുഫർരിജ്, ഇനി ഹാളിർ കേട്ടോ. ലാ തുഫർരിജ് ലാ തുഫർരിജ ലാ തുഫർരിജു, ലാ തുഫർരിജി ലാ തുഫർരിജ ലാ തുഫർരിജ്ന. നെഹീന് പിന്നെ മുത്തക്കല്ലിം ഉണ്ടാവില്ല, അംറിനും മുത്തക്കല്ലിം ഉണ്ടാവില്ല. അതുകൊണ്ട് അതിൽ 12 ഫോമേ വരുള്ളൂ. 6 വായിബും 6 ഹാളിറും. ഞാൻ എന്നോടന്നെ കൽപ്പിക്കുകയോ ഞാൻ എന്നോടന്നെ വിരോധിക്കുകയോ ചെയ്യൂലല്ലോ, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒന്നിരിക്കാൻ നമ്മുടെ മുമ്പിലുള്ള ആളുകളോട് കൽപ്പിക്കും, അയാളോട് വിരോധിക്കും, അല്ലെങ്കിൽ നമ്മളെ മറിഞ്ഞു കിടക്കുന്ന ഒരാളെ കുറിച്ച് കൽപ്പനയും വിരോധനയും പ്രകടിപ്പിക്കും. അത്രയേ ഉള്ളൂ. ഞാൻ എന്താവുന്നു അവിടെ കൽപ്പിക്കല്ല, ഞാൻ ഉപദേശിക്കുന്നു എന്നാ. ഞാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുന്നു, അല്ലല്ല ഉപദേശിക്കുന്നു എന്നാണ്. മുതാരിയല്ലേ അത്? ഊസിക്കുന്നല്ലേ? ഔസ യൂസി, യൂസി യൂസിയാണ്, അതിൻ്റെ ആണ് മുതാരിയല്ലേ? അത് പിന്നെ കവിതയിലൊക്കെ, ഇതിപ്പോ അതല്ല, ഇതിപ്പോ ചിലപ്പോൾ കൽപ്പിക്കും. ഇപ്പോൾ നമ്മുടെ നഫ്സിനെ പുറത്തുള്ള ഒരാളാക്കി എടുത്തിട്ട്, അത് പദ്യത്തിൻ്റെ ഒരു ശൈലിയാണ്. അമിൻ തദക്കുരി ജീറാനിം ബിദി സലമി മസജ്തദം അൻജറ. അത് ഈ കവിത ബുർദയിലുള്ള ആള്, ബുർദത്തുള്ള ആളെ തന്നെ പറയുന്നത്. നിന്റെ കണ്ണ് നനഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കരയുന്നുണ്ട്, രക്തം കലർന്ന കണ്ണുനീര് സലമ് എന്ന നാട്ടിലെ അയൽക്കാരനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. പക്ഷെ എൻ്റെ എന്ന് പറയാതെ നിൻ്റെ എന്നുള്ള ചോദ്യം വരികയാണ്. അത് ചോദ്യമല്ല, ശരിക്കും കരഞ്ഞു എന്നുള്ളൊരു പ്രസ്താവനയാണ്. പക്ഷെ അത് പറയുന്നത് ഒരു ഇത് വെച്ച്. ഇതെന്തായിരുന്നു വെള്ളം?
അപ്പം അങ്ങനെ ശൈലിയുണ്ട്. ഇത് പിന്നെ ഞാൻ എന്നോട് തന്നെ ഉപദേശിക്കുന്നു എന്നുള്ള ശൈലിയാണ്. അത് നമ്മൾ ഒരാൾക്കെതിരെ വിരൽ ചൂണ്ടി സംസാരിക്കുമ്പോൾ ബാക്കി 4 വിരലും നമുക്കെതിരെ ചൂണ്ടുകയാണ് എന്നുള്ളത് കാണാമല്ലോ. അപ്പോൾ അത് നമ്മൾ ആദ്യം ഉപദേശിക്കുന്ന ആൾ സ്വന്തം ചെയ്യണം, സ്വന്തം കാര്യം എന്ത് ചെയ്യണം, ചെയ്യണം. സ്വന്തം പെർഫെക്റ്റാണ് ആൾക്കെ ഉപദേശിക്കാൻ അർഹതയുള്ളൂ എന്നുള്ള ഒരു ശൈലിക്ക് വേണ്ടി വന്നു. ക്ലിയർ അല്ലേ? സമയമുണ്ട്. എന്താ പറഞ്ഞേ? അതെ, അത് തള്ളവിരൽ എന്ന് പറഞ്ഞാൽ ആ 3 പിടിച്ചല്ലേ നിൽക്കണം. നോക്കുങ്ങള്, അതങ്ങനെ ഒരു ശൈലി പറയലുണ്ടല്ലോ അല്ലേ? അങ്ങനെ പറഞ്ഞ സംഗതി ശരിയാണ്. സമയമുണ്ടോ? നാളെ വർക്ക് ഉണ്ടോ? റാഫിക്കാക്ക് നാളെ വർക്ക് ഉണ്ടോ? റാഫിക്ക കേക്കണ്ടേ? ചൂടുണ്ടോന്നാ? ഭയങ്കര ചൂടാണ്. സ്ക്രീന് കാണുന്നുണ്ട് ഇപ്പോ? കുറേ കാണുന്നില്ല. ഓക്കെ. നമ്മളിന്ന് വല്ല ജസ്മ എന്തോ ഉണ്ടോ നോക്കാം. ഒരു 450 പേജ് എടുത്തു. ആ പറയാം. മാലി മുല്ലാരി എല്ലാം പറയാട്ടോ. 1-ാമത്തെ ആയത്ത് മാലി പറയാം, മുല്ലാരി പറയാം, എല്ലാം പറയാം. അതേതാ? മാലിയാണോ മുല്ലാരിയാണോ? മുല്ലാരിയാണോ? ഓക്കെ, യെസ്. എന്തിന്റെ മുല്ലാരിയാണ്? ആലോചിക്കട്ടെ. തഫാഅലുടെ മുല്ലാരിയാണ്, ശരിയാണ്. തഫാഅലുടെ മുല്ലാരി എങ്ങനെ വരിക? തനാസറ. തഫാഅലു. തഫാഅല യതഫാഅലു. തതഫാഅലു, തതഫാഅലാനി, തതഫാഅലൂന. അങ്ങനെയാണ് വരേണ്ടത് ശരിക്ക്, അല്ലേ? തനാസറയാണ്, പക്ഷെ അതില് ഒരു ത അവിടെ മിസ്സായിക്കണം. അങ്ങനെ മിസ്സായി വരാം. ഇതിന്റെ പ്രത്യേകത ഉണ്ട്. തനസ്സലുൽ മലായിക്കത്ത് നിങ്ങൾ കണ്ടില്ലേ? തത്തനസ്സലുൽ മലായിക്കത്തു എന്നാണ് ഉണ്ടാവുക. അതിൽ 2 താ, തഫഉല് ബാബിന്റെയും തഫാഉല് ബാബിന്റെ. അത് നമ്മൾ അടുത്ത നിയമം അതാണ് റംജാനിൽ പറയാം. ഇത് കൺഫ്യൂഷൻ ആവരുത്. തത്തനാസറു എന്നാണ് ഇതനുസരിച്ച് വരേണ്ടത്. പക്ഷെ 2 താ ഒരുമിച്ച് വരുമ്പോൾ ഒരു തായിനെ കളയൽ അനുവദനീയമാണ്. അങ്ങനെ ഒരു താ കളഞ്ഞു പോയതാണ്. അത് അല്ലാത്ത ഇത് ഇങ്ങനത്തെ ഒരു വചനേ ഇല്ല. തനാസറു എന്നുള്ളൊരു മുലാരി ലോകത്തില്ല.
തത്തനാസറൂന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്നും ഒരു താ കളഞ്ഞു പോയതാന്ന് മനസ്സിലാവും. കാരണം ഏത് വചനിലും വരില്ല. നാസറ വെച്ച് നോക്കി നിങ്ങൾ. നാസറ യുനാസിറു എന്ന് വരിക മുബാരി. നാസറ യുനാസിറു. നസറ യൻസുറു എന്ന് വരിക. അൻസറ യുൻസിറു എന്ന് വരിക. നസറ യുനസ്സിറു എന്ന് വരിക. ഇൻതസറ യൻതസിറു എന്ന് വരിക. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് കുറേ നോക്കുന്ന സമയത്ത് തനാസറു എന്നുള്ള പറഞ്ഞിട്ട് വചനില്ല. അപ്പോൾ അവിടെ അതിനോട് സാമ്യതയുള്ള ഏതോ ഉണ്ടോ നോക്കും. തത്തനാസറു എന്നുണ്ട്. അപ്പോൾ പിന്നെ ആ നിയമം നമ്മൾ എത്തിച്ചു. ആ നിയമത്തിലേക്ക് എത്തിയത് തത്തനാസറൂൻ അല്ലെങ്കിൽ തത്തനസ്സലു. തനസ്സലുൽ മലായിക്കത്തു മുലാരിയാണിത്. തനസ്സലു എന്നുള്ളത് മാലിയല്ലത്. തത്തനസ്സലുൽ മലായിക്കത്തു എന്നുണ്ടാകുക അവിടെ. അതെ അതെ. അല്ല, അത് ഇങ്ങനെ കളഞ്ഞു വരാം. പറഞ്ഞു വെച്ചിട്ട് കുഴപ്പമില്ല, കളയാം. രണ്ട് താ വരുന്ന സമയത്ത്, രണ്ട് താ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ബാബിലിട്ടോ, തഫ അല ബാബിലും തഫ അല ബാബിലും രണ്ട് താ ഒരുമിച്ച് വരുമ്പോൾ ഒരു തായിനെ കളയാമെന്ന നിയമമാണ്. ഇവിടെ അത് നമ്മൾ അടുത്ത നിയമം അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അത് ഇവിടെ കളഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ നോക്ക്, യത്തസാ അലു എന്നുള്ള യാ കളഞ്ഞില്ലല്ലോ. ഇത് മുലാരിയാണല്ലോ. കാണുന്നുണ്ടോ നിങ്ങളെ? ഇത് മുലാരിയാണല്ലോ. യത്തസാ നേരെ ചോട്ടില്ലേ, അതിൽ യാ കളഞ്ഞില്ലല്ലോ. തായിൻ്റെ മാത്രം പ്രത്യേകതയുണ്ട് രണ്ട് താ വരുമ്പോൾ. ഇനി അതിൽ ഉണ്ടോ പറയാം? തസാ അല എന്നാ മതി. തസാ അല യത്തസാ അലു. സർഫാക്കി വെക്ക്. യത്തസാ അലു യത്തസാ അലാനി യത്തസാ അലൂന. യത്തസാ അൽന തത്തസാ അലീന തത്തസാ അലാനി തത്തസാ അൽന അത്തസാ അലു നത്തസാ അലു. ഓക്കെ. ഇനി മുതാരി ഉണ്ടോ നോക്കി. മാതി ഉണ്ടിട്ട് ഇവിടെ ഒരു മാതി അതിൻ്റെ മുമ്പുണ്ട്. അക്ബല. യെസ്. പിന്നെ ഇതിൽ മാതി ഉണ്ടോ? ഈ ആയത്തിൽ മാതി ഉണ്ടോ? അത് മാതി മുതാരി. ഓക്കെ. മാതിയോ? മാതി ഉണ്ട് അതിൽ? മാതി ഇല്ലേ? കുന്തു. പിന്നെ നീ ഇല്ലേ മാതി? കാലു. യെസ് യെസ്. അടുത്തതിൽ മാതി ഉണ്ടോ മുതാരി ഉണ്ടോ? രണ്ടുണ്ട്. ലം. അല്ല, ലം നമ്മൾ പറഞ്ഞല്ലേ തക്കൂനൂനാന്നുണ്ടാവും. ലം വന്നോണ്ട് നൂന് പോയി അല്ലേ? കാന. പിന്നെ അടുത്ത് കുന്തും. ഇത് മതി കേട്ടോ. ഹക്ക. മദ്ദ മുളാഫായ ഫീൽ എന്നാ പറയാ. ഐൻ ഫീൽ അല്ലല്ല, അത് ഹക്കക്ക യുഹക്കിക്കു. ഹക്കക്ക യുഹക്കിക്കുന്നു. ഹക്ക എന്ന് പറയുമ്പോൾ ഹക്ക യഹുക്കു യഹുക്കു. ഹക്ക യഹിക്കു യഹിക്കു എന്ന് വരെ. യഹിക്കു യഹിക്കു. പിന്നെ ഇതെന്താ? മാലിയാണ്. അഹ്വൈന അല്ലേ? അഹ്വൈന മാലി. ഇതിന്റെ അതെ യെസ് യെസ്. അഫലൻ. ഇനി മുതാരി ഉണ്ടായില്ലേ? പറ നോക്കി നോക്കി. പായിടുവാൻ മുസല്ലി. നഫ്അലു മുതാരി. പിന്നെ ഇനിയുണ്ടോ? യാ അതാണ്. ഇസ്തക്ബറ യസ്തക്ബിറു. അപ്പോൾ യസ്തക്ബിറു യസ്തക്ബിറാനി യസ്തക്ബിറൂന. പിന്നെ യഖൂലൂന. യെസ് 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 യെസ്. പിന്നെ എന്തിന്റെ മാതി? എന്തിന്റെ മാതിയാണ് പറയേ? മാതി എന്ന് പറഞ്ഞാൽ എന്തിന്റെ മാതിയാണ്? സുലാസി മുജറദാണോ? സുലാസി മസീദ് ഫി ആണോ? താരിക്ക താരിക്ക താരിക്കു എന്ന് പറഞ്ഞിട്ട് വചനുണ്ടോ?
താരിക്കുൻ താരിക്കാനി താരിക്കൂന, ഫായിലുൻ ഫായിലാനി ഫായിലൂന, നാസിറുൻ നാസിറാനി നാസിറൂന. അവിടെ അല്ല, അവിടെ നൂന് ഇലാഫത്ത് കൊണ്ട് പോയതാണ്. താരിഖു ആലിഹത്തിന, അലിഹത്ത് എന്നുള്ളതിലേക്ക് ഇലാഫത്ത് ചെയ്തപ്പോൾ നൂന് പോയി. തസ്നിയൻ്റെയും ജമീൻ്റെയും നൂന് പോകും. ഇസ്മിലാണത്, ഇസ്മിൻ്റെ പ്രത്യേകത കേട്ടോ. ഇസ്മിൻ്റെ നൂന് പോണത് ഇലാഫത്തിൻ്റെ ഇതിന്. ഓ നെഹവ് നമ്മൾ തുടങ്ങിയില്ലല്ലോ, നമ്മൾ സർഫല്ലേ, ഫീലല്ലേ ഇപ്പം ചർച്ച. നെഹവ് നമ്മൾ അവാമിൽ ഓതിയില്ല നമ്മൾ. ആ ഇനി തക്വീമുൽ ലിസാൻ പറഞ്ഞിട്ട് കിട്ടാം. അവാമിലിൻ്റെ നമ്മുടെ ക്ലാസ് നോക്കിയാൽ തന്നെ മതി. ഇത് നമ്മൾ അവാമിലിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷനാണ് തക്വീമുൽ ലിസാൻ. തക്വീമുൽ ലിസാൻ ഒരു 50 ക്ലാസ് കൊണ്ട് നമുക്കത് തീരും. പിന്നെ റാബിയത്തുൽ അദ്വിയിൽ ഇപ്പോൾ 40ാമത്തെ ക്ലാസ് ആണ് എടുത്ത്, ഏകദേശം അത് അവസാനിക്കാറായി. അത് നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ നമ്മൾ ഇതേപോലെ അതും പറയും. ഇപ്പം നമ്മൾ സർഫായതുകൊണ്ടാണ് ഫീൽ എവിടെയാണ് ചോദിക്കുന്നത്. മാലിയായ ഫീലും മുലാരിയായ ഫീലും നമ്മൾ സഞ്ചാനായതുകൊണ്ട് ഇതിൽ ചോദിക്കണേ. ഇനി നെഹവിൻ്റെ ആ ഭാഗം തുടങ്ങുമ്പോൾ ഇതിലിപ്പോൾ ഇസ്മ എവിടെ, ഫീൽ എവിടെ, അർഫ എവിടെ ഒക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ സന്തോഷമാവും, നിങ്ങൾ ഭയങ്കര സന്തോഷത്തിലാവും. അപ്പോൾ റാഫിക്ക ആ ഇനി അടുത്തുണ്ടോ? പിന്നെ ഏത്? അതെ 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 അതാണ് പിന്നെ പറഞ്ഞു വന്നത്. ഇപ്പൊ അതുണ്ട്, അതിപ്പോ പറഞ്ഞോട് മനസ്സിലായില്ലേ. റായിക്കുൻ റായിഖാനി റാക്ക എന്നാണ് അതിന്റെ മാതി വരിക. മറ്റേതിന്റെ തറക്കാന്ന വരിക. തറക്ക താരിക്കുൻ, നസറ നാസിറുൻ, റാക്ക റായിക്കുൻ. പിന്നെ അവസാനം അല്ലേ ഫത്താണ്, അവസാനത്തിന് മുമ്പ് ഫത്താണ്. തുജ്സൗന ജസാന്ന് വരിക. ജസാ യജ്സി, ജുസിയ യുജ്സ, യുജ്സ യുജ്സയാനി യുജ്സൗന എന്ന് വരിക. തുജ്സ തുജ്സ. ഇപ്പം നിങ്ങൾ അത് മനസ്സിലാക്കില്ല, നമുക്കത് ആ ടൈമിൽ പറയാം. അതെ, അത് ഇല്ലത്തിൻ്റെ അക്ഷരമുള്ളത് കൊണ്ടാണ്. ഓക്കെ താമലൂൻ എസ് എവിടെ റാഫിക്കല്ലേ? അഫ്സലെ ക്ലിയർ അല്ലേ? നാളെ വർക്ക് ഉണ്ടോ? ഞാൻ ചോദിച്ചു, അതാ കുറച്ച് നീണ്ടത്. നാളെ എന്നാൽ അവസാനിപ്പിക്കാം. നാളെ വർക്ക് ഉണ്ടെങ്കിൽ ഓക്കെ 58-59 ഒക്കെ ആയിട്ട് വരും അല്ലേ? ഓക്കെ എന്നാൽ അതിൻ്റെ ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇസ്മും ഫീലും അർഫും, ഫീലിൻ്റെ മാതി മുലാരിയും. ഇതിലിപ്പോൾ ലെമ്മു ഒന്ന് വന്നു കേട്ടോ. ലെമ്മു വന്നത് ഒന്ന് വന്നു, ലെന്നുള്ളത് വന്നിട്ടില്ല. നമ്മൾ നോക്കുന്ന സമയത്ത് ഇനി കാണും. നമ്മളിനി ഓതുന്ന സമയത്ത്, ഖുർആൻ നമ്മൾ ഓതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം, അതിലുള്ള ഈ ഫീലുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യും. എന്തെങ്കിലും സംശയം വരുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ നമ്മളിതിൽ ചോദിക്കാം. മെസ്സേജ് ചെയ്താൽ മതി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും. ഓക്കെ എന്ന് അവസാനിപ്പിക്കാം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സല്ലി.